ആ മെമ്പറെ എല്ലാം ശരിയായില്ലേ? മോക്ക് പോലീസിൽ ജോലി കിട്ടിയെന്ന് കേട്ട്. റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടേ ഉള്ളൂ. ഇനിയുണ്ട് ഒരുപാട് പണി. ഇത്തവണെങ്കിലും ഷെഫീഖിനെ പിടിച്ച് കെട്ടിക്കണം. മെമ്പറായിട്ടൊരു സ്ഥാനത്തിരിക്കുമ്പോൾ അതൊരു അന്തസ്സാണല്ലോ. മെമ്പറെക്കാട്ടിലും വലിയ പദവിയിലാവൻ. അതും ശരിയാ. മെമ്പറെ ആ ഉള്ളിയെ കൊടുത്തോളൂ. ഇത് ഞാൻ കൊടുക്കുന്നത് നിങ്ങൾ കൊടുക്കുന്നത് തമ്മിൽ വലിയ വ്യത്യാസമില്ലേ? വീട്ടിലെ കാര്യമൊക്കെ വലിയ കഷ്ടത്തിലാണ്. മോളുടെ സ്ഥിതിയൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ആ വീഴ്ചേൻ്റെ കാര്യമെങ്കിലും ഒന്ന് ശരിയാക്കി. ആ ഷെഫിക്ക്, ഇതാണ് ഞാൻ പറഞ്ഞ കുഞ്ഞുമോളുടെ അമ്മ. ഓ, ഇവരുടെ ആ വീൽ ചെയറിന്റെ കാര്യം അത് നമുക്ക് വഴിയുണ്ടാക്കാം ചേച്ചി. ശങ്കരനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരി മെമ്പറെ, എന്നാ വിളിക്കാം. ശരി. എല്ലാരും എന്റെ നിക്കാഹ് കൂടാൻ ഒരുങ്ങിയിരിക്കുക. ഈ എന്തോന്നും പറയാത്ത ഷെഫീക്കെ. ഉമ്മ, ഞാൻ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. നാളെ തന്നെ തിരിച്ചു പോണോ? ഈ എല്ലാ വരവിൽ ഇത് തന്നെയാ പറയാറ്. ഈ പ്രാവശ്യം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാ മതി. എന്നോട് ചോദിക്കരുത്. തുടങ്ങി ചോദിച്ചാൽ ഞാൻ സമ്മതിക്കില്ല. അതിന് എന്റെ സമ്മതം ആർക്ക് വേണോ? തിത്തുമ്മ ഇത് എന്തറിഞ്ഞിട്ടാ പറയുന്നത്? എന്താണ് ഷെഫീക്ക കാര്യം? ഓ, ഈ തിത്തുമ്മിച്ചിന്റെ ഒരു കാര്യം ഒരു മണ്ണാങ്കട്ട വായി തുറന്നോളൂ. സമീറയ്ക്ക് പോലീസ് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. വേണ്ട 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 വേണ്ട. അപ്പണി ചപ്പട്ട പണിയാ, പെണ്ണും ചോദിച്ച പണിയൊന്നുമില്ല. എന്നാ ആരാ പറഞ്ഞത്? അന്തസ്സായിട്ട് പണിയെടുക്കാൻ ആണും പെണ്ണും എന്നുള്ള വ്യത്യാസം ഒന്നുമില്ല. അല്ല, ഈ എസ് എ പോസ്റ്റ് നല്ലതാ. പാപ്പാ, ഈ പോലീസ് മിലിറ്ററി എന്നൊക്കെ പറയുന്നത് വെറുതെ ഒരു ജോലിയല്ല. രാജ്യത്തിന്റെ കാവൽക്കാരവര്. വേറെ ഏത് ജോലിയേക്കാളും അന്തസ്സുണ്ട് അതിന്. ആരും നിർബന്ധിക്കാതെ നീ പോയി പോലീസ് ടെസ്റ്റ് എഴുതി പാസ്സായില്ലേ? ഫിസിക്കലൊക്കെ നീ ഈസി ആയിട്ട് കിടക്കും. എന്താ നിന്റെ അഭിപ്രായം? നീ അവളുടെ കെട്ടിയോനല്ലേ? നല്ല ആളോടെങ്കിലും ചോദിച്ചു. ഷെഫീഖിന്റെ അഭിപ്രായം തന്നെ എനിക്കും. സമീറ പോലീസ് ചെറുത ജോറാവും. എന്തായാലും എനിക്കതിൽ താല്പര്യം. നിങ്ങൾക്ക് പിന്നെ എന്തിനാ താല്പര്യമുള്ളത്? ഇവനൊക്കെ എന്റെ കൂടെ ഇവിടെ ബിരിയാണി വെക്കാനുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ഏത് നിലയിലെത്തിയനെ പിടിച്ച കിട്ടുമായിരുന്നു. പിന്നെ പിന്നെ ഭയങ്കര. എടാ, ദിവസവും ഇവിടെ നിന്ന് ഗൾഫിലേക്ക് എന്താ ബിരിയാണി കയറ്റി വിടുന്നത്? എടാ, ബുദ്ധി വേണോടാ, ബുദ്ധി. ഇത് ചുമ്മാ കണ്ട പാകിസ്ഥാന്റെ വെടിയേറ്റ് ചാവാൻ വേണ്ടി. അന്നെ കൊണ്ട് കഴിയാത്ത എന്തിനാ ജോന്റെ മെക്കിട്ട് കയറുന്നത്? തിത്തു, പോ എന്റെ മുമ്പിൽ. എടി, നീ വാപ്പ പറയുന്ന കേട്ട് ഇളകരുത്. നിന്നെ പോലീസ് യൂണിഫോം ഇട്ട് കാണാനാ ഉമ്മക്കിഷ്ടം. ഉമ്മക്ക് വിവരമുണ്ട്. ഞാൻ പോയി നല്ലൊരു നാടൻ കോഴിയെ മേടിച്ചിട്ടാ. പോലീസ് സെലക്ഷൻ കിട്ടിയതൊന്നും ആഘോഷിക്കണം. എന്റെ വാപ്പ ഇങ്ങനെ ബലം പിടിച്ചിരുന്ന ചങ്ക് പൊട്ടിപ്പോകും. അമ്മന്റെ ആങ്ങളമാരെ കിട്ടിയ മാറ്റാക്കി ആങ്ങളമാറ്റ് എന്റെ അമ്മനെയും പഠിച്ചിട്ട് അമ്മന്റെ തെണ്ടി ആങ്ങളമാര് എഴുതി വാങ്ങിയ സ്ഥലം അത്. ഒന്നും മിണ്ടാണ്ടിരിക്കും ശങ്കര. എന്റെ പൊന്നു മോനെ, ഇവരോട് ആദ്യം ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വരാൻ പറ. അതിന്റെ ഒരു കുറവേ ഉള്ളൂ. എന്റെ കെട്ടിയോൻ എന്നെ ഇട്ടേച്ചു പോയ എന്റെ മനസ്താപേട്ടന്. അതിനുശേഷം കല്യാണം എന്ന് പറയുന്ന ഏർപ്പാടിനോട് വെറുപ്പാ. ഇവളോടെ ഉണ്ടായിരുന്നോ? ഹോസ്റ്റലിലായിരുന്നു. ഇപ്പൊ ആഴ്ചയിലെത്തും. നീ ഇപ്പൊ ഏതിനാ പഠിക്കണേ? ഡിഗ്രിക്ക്. അതപ്പോ ആ ഉച്ചത്തെ ചെമ്മീൻ കറി ഇടിക്ക്. നല്ല ടച്ചിങ്സാ. മോളെ ശാലിനി, കുറച്ച് ചെമ്മീൻ കറി എടുത്തോണ്ട് പോവാ. തലവേദന.